നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ റെസ്റ്റോറന്റിൽ വരുന്ന ചില കസ്റ്റമേഴ്സ് കംപ്ലൈന്റ് പറയുന്നവരായിട്ട് നമ്മൾ കാണാറുണ്ട് അല്ലെ. തൊട്ട് മുമ്പ് മറ്റൊരു കസ്റ്റമർ നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് കഴിച്ചു പോയ അതേ മെനു ഇദ്ദേഹത്തിന് കൊടുത്താൽ ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് പറയാനുണ്ടാവും അല്ലെ. ഇത് പല ബിസിനസ്സുകളിലും പല റെസ്റ്റോറന്റുകളിലും നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ഇത്. അവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ എന്ത് കംപ്ലൈന്റ് പറഞ്ഞാലും ആദ്യം നമ്മൾ അത് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുക. നമുക്ക് കംപ്ലൈന്റ് പറയുന്ന കസ്റ്റമറും കംപ്ലൈന്റ് പറയാത്ത കസ്റ്റമേഴ്സിനെയും ഒരേ രീതിയിൽ നമുക്ക് കാണാൻ കഴിയണം. അവരൊരു നെഗറ്റീവായിട്ട് മാറ്റി നിർത്തുന്ന രൂപത്തിലേക്ക് കംപ്ലൈന്റ് പറയുന്ന കസ്റ്റമറെ നിങ്ങൾ കാണരുത്. അവർക്ക് എന്തോ ഒരു സാഹചര്യം കൊണ്ട് നമ്മളുടെ ഈ ഫുഡിനെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ടാണ് അവർ ആ കംപ്ലൈന്റ് പറയുന്നത്. ആ മാനസികാവസ്ഥയിൽ വേണം നമ്മൾ അതിനെടുക്കാൻ, പോസിറ്റീവായിട്ട് വേണം നമ്മൾ അത് എടുക്കാൻ. അവര് പറയുന്ന കാര്യങ്ങൾ എന്ത് തന്നെ ആയാലും, സത്യമായാലും അതേപോലെ തെറ്റാണെങ്കിലും നമ്മൾ ആദ്യം അംഗീകരിക്കാൻ വേണ്ടി തയ്യാറാകുകയും പിന്നീട് അതിനെ അനലൈസ് ചെയ്യുകയും അതിനുള്ള സൊല്യൂഷൻ എന്താണോ അത് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ അവർ കംപ്ലൈന്റ് പറയുന്നു, നിങ്ങൾ അതിനെ എതിർക്കുന്നു, അതൊരു പ്രശ്നത്തിലേക്ക് അവിടെ പോകുന്നു, അത് നമ്മുടെ ബിസിനസിനെ സാരമായിട്ട് ബാധിക്കും. ഈ രീതി നമ്മുടെ സർവീസ് സ്റ്റാഫിനെ നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകണം. പല റെസ്റ്റോറന്റുകളിലും നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് കാണാറുള്ളത്, അവിടെ കസ്റ്റമർ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അവിടെ വെച്ചുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ അതിനെ എതിർക്കുന്ന സർവീസ് സ്റ്റാഫുകളെ നമ്മൾ കാണാറുണ്ട്. ഇത് ഒരു മോശം പ്രവണതയാണ്. കാരണം ആ ഒരൊറ്റ സംസാരം അവിടെ രൂക്ഷമാകുന്നതോടുകൂടി ആ ഫ്ലോറിലുള്ള മൊത്തം കസ്റ്റമേഴ്സും നിങ്ങളെ ബിസിനസ്സിനെ വിട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നല്ലതോ ചീത്തയോ എന്നുള്ളത് കസ്റ്റമർ ആലോചിക്കില്ല. ഇവിടുത്തെ സംസ്കാരം, ഇവിടുത്തെ കൾച്ചർ വളരെ മോശമാണ്, ഇവിടുത്തെ ജീവനക്കാർ വളരെ മോശപ്പെട്ട ആളുകളാണ് എന്നുള്ള ഒരു രീതിയിലേക്ക് കസ്റ്റമേഴ്സ് കംപ്ലീറ്റ് ചിന്തിക്കുന്നതിലേക്ക് വരും. അങ്ങനെ ഒരു അവസരം നമ്മുടെ റെസ്റ്റോറന്റിൽ, നമ്മുടെ ഫ്ലോറിൽ നമ്മൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ കസ്റ്റമർ പറയുന്ന കംപ്ലൈന്റുകൾ അത് നമ്മൾ എന്ത് ചെയ്യാം, അറ്റൻഷൻ കൊടുക്കുക. അവരെന്ത് പറഞ്ഞോട്ടെ, ആ പറയുന്നത് നമ്മൾ കേൾക്കാൻ വേണ്ടി തയ്യാറാകുക. ഓക്കെ സാർ, മനസ്സിലായി, എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾ പരിശോധിക്കാം, സാറിനെ ഫുഡ് ഒന്ന് ചേഞ്ച് ചെയ്ത് തന്നോട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെനുവിലേക്ക് ഒന്ന് കൺവെർട്ട് ചെയ്ത് തന്നോട്ടെ. അങ്ങനെയുള്ള ചോദ്യങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ കസ്റ്റമർ സൈലന്റ് ആവും. കസ്റ്റമർക്ക് കൂടുതൽ പ്രയാസങ്ങൾ നമ്മൾ സൃഷ്ടിക്കുന്നില്ല. കസ്റ്റമർ ഈസ് ദ കിങ്. ഒരു രാജാവിനെ പോലെ നമ്മൾ അദ്ദേഹത്തെ എന്ത് ചെയ്യും, ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ അവർ പറയുന്നതൊക്കെ ശരിയാണ് എന്ന് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ നമുക്ക് ഏറ്റവും നല്ല മയപ്പെട്ട രൂപത്തിലേക്ക് നമ്മൾ ആ പ്രശ്നത്തെ പരിഹരിച്ചു കൊണ്ടുവരണം. ഇങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് കഴിയുന്ന ഒരു സിസ്റ്റം നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കംപ്ലൈന്റ് പറയുന്ന കസ്റ്റമർ പോലും നമ്മുടെ ലോയൽ കസ്റ്റമർ ആയിട്ട് മാറിയേക്കാം. കാരണം അദ്ദേഹം ചിന്തിക്കും, ശരിയാണല്ലോ, ഇവരോട് ഇത് പറഞ്ഞപ്പോൾ തന്നെ അവരത് അംഗീകരിച്ചു, അതിന് പകരം ഞങ്ങൾക്ക് മറ്റൊരു മെനു തന്നു, ഞങ്ങളെ സാറ്റിസ്ഫൈഡ് ആക്കി, ഇനി നമ്മൾ അടുത്ത വിസിറ്റ് പോകുമ്പോൾ നമുക്ക് ആ റെസ്റ്റോറന്റിൽ തന്നെ പോകണം, അവിടെ നല്ല സർവീസാണ് അവർ തരുന്നത് എന്ന് പറയുന്ന രീതിയിലേക്ക് അവരുടെ മാനസികാവസ്ഥ മാറും. അവർ നമ്മുടെ ലോയൽ കസ്റ്റമർ ആയിട്ട് മാറും. അതേസമയം നിങ്ങൾ അവരെ എതിർക്കാൻ പോയി കഴിഞ്ഞാൽ അവരും അവരോടൊപ്പം നമ്മളുടെ ബിസിനസ്സിലേക്ക് എത്തിച്ചേരേണ്ട ആളുകളും നമ്മുടെ ബിസിനസ്സിന് നഷ്ടപ്പെടും. അപ്പൊ ഈ രൂപത്തിൽ നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാകുന്ന പ്രോബ്ലങ്ങളെ, നമുക്ക് കംപ്ലൈന്റുകളെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. താങ്ക് യു.